അൻവർ വളരെ വികാരനിർഭരനായാണ് വോട്ടർമാരോട് ജാഥ തുടങ്ങുന്നതിന് മുൻപ് സംസാരിച്ചത്. പ്രകടനമായി ഇനി താലൂക്ക് ഓഫീസിലേക്ക് നീങ്ങുകയാണ്. ചന്തക്കുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട്. അർജുൻ കല്യാട്, തുറന്ന വാഹനത്തിൽ ചന്തക്കുന്നിൽ നിന്ന് തിരിക്കുകയല്ലേ അൻവറും സംഘവും? തീർച്ചയായിട്ടും നോമിനേഷൻ നൽകുന്നതിന് വേണ്ടി ചന്തക്കുന്നിൽ നിന്നും അല്പസമയത്തിനകം തന്നെ പ്രകടനമായി PV അൻവറും അതുപോലെ തന്നെ TMCയുടെ പ്രവർത്തകരും ഇപ്പോൾ അതിനൊപ്പം തന്നെ ഒരു മുന്നണിയായാണ് ആം ആദ്മി കൊടികൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ ഉൾപ്പെടെ ഈ ജാഥയുടെ ഭാഗമായി പ്രകടനത്തിന്റെ ഭാഗമായി ഒപ്പമുണ്ട്. എന്നാൽ വളരെ വികാരഭരിതമായാണ് PV അൻവർ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ ഉൾപ്പെടെ നേരത്തെ തന്നെ PV അൻവർ പ്രസംഗിച്ചിരുന്ന PV അൻവർ മുന്നോട്ട് വെച്ചിരുന്ന മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PV അൻവർ ഇപ്പോൾ ഇവിടെ നിന്നും പ്രസംഗിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആവേശത്തോടു കൂടി തന്നെയാണ് TMCയുടെ പ്രവർത്തകർ എന്തായാലും ഈ ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ ചതുർകോണ മത്സരം കൃത്യമായി പ്രത്യക്ഷമായി വിളിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് PV അൻവറിൻ്റെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ UDFിൻ്റെ ഭാഗമാകുമെന്ന് എല്ലാവരും കരുതിയിരുന്ന PV അൻവർ ഇപ്പോൾ UDFിൻ്റെ ചെയർമാൻ VD സതീശനെതിരെ കൂടി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. പിണറായിസത്തെയും സതീശനിസത്തെയും ഒരുപോലെ എതിർത്തു തോൽപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് PV അൻവർ കരുതുന്നത്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് PV അൻവറിനുള്ളത്. സാർ, എങ്ങനെയാണ് ഇലക്ഷൻ ഒരു പ്രതീക്ഷ, ഈ ഘട്ടത്തിലുള്ള പ്രതീക്ഷ 100% ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ജനങ്ങൾ ജയിക്കുമെങ്കിൽ ജനങ്ങൾ ഇവിടെ ജയിക്കും. ഇവിടെ ഞാനല്ല ജയിക്കുന്നത്, ജനങ്ങളാണ് ജയിക്കുന്നത്. ഇവിടെ ഞാനല്ല സ്ഥാനാർത്ഥി, ജനങ്ങളാണ് സ്ഥാനാർത്ഥി. അതുകൊണ്ട് പരിപൂർണമായിട്ടും ആ ജനപിന്തുണ ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു. വിജയത്തിൽ കുറഞ്ഞതൊന്നും അൻവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണല്ലേ? വിജയത്തിൽ കുറഞ്ഞതൊന്നും അൻവർ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കും. രണ്ട് മുന്നണികൾക്കും എതിരായി ഒരു ബദലാവാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും PV അൻവറിന്റെ പ്രകടനം ചന്തക്കുന്നിൽ നിന്ന് തുടങ്ങുകയാണ്. അഷ്കർ അലി കരിമ്പ, ആം ആദ്മി പാർട്ടി മുന്നണിക്കൊപ്പമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവരുടെ കൊടികൾ ഈ പ്രകടനത്തിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മുന്നണിയായി മത്സരിക്കാൻ ഇറങ്ങുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണ് അഷ്കർ? പരമാവധി വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് PV അൻവർ ഇത്തരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു മുന്നണി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം. പ്രത്യേകിച്ച് JPPM എന്ന പേരിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് പുതിയ മുന്നണി ഇപ്പോൾ PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് കാരണമായി PV അൻവർ തന്നെ പറഞ്ഞത് തന്നോട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി സംഘടനകളുണ്ട്, അവരൊക്കെ തന്നെ കൂട്ടും അതിനുവേണ്ടിയുള്ള ഒരു നീക്കം എന്നുള്ളതാണ്. സ്വാഭാവികമായും UDFിന് ബദലായി അല്ലെങ്കിൽ LDFിന് ബദലായി ഒരു മുന്നണിയായിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലയിലെ ആം ആദ്മി നേതൃത്വം ഇപ്പോൾ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകർ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കൊടി ഉയർത്തിക്കൊണ്ട് തന്നെ ഈ റാലിയുടെ ഭാഗമാവുന്നുണ്ട്. PV അൻവർ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്.